എന്നാ ബുദ്ധിയാടി ഇവന്, ഒടുക്കത്തെ ബുദ്ധിയാണ്. ഓ അതൊക്കെ അവക്കറിയാവുന്നതായിരുന്നു. ആ മാമനല്ലാത്ത ഒരു മനുഷ്യൻ ഈ അഭിപ്രായം ഈ നാട്ടിൽ പറയൂല. എന്താടി അങ്ങനെ പറഞ്ഞത്? അതിന് മാത്രം കാര്യങ്ങളല്ലേ എന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കണത്. എന്ത് കാര്യം ചെയ്തു കൂട്ടിയാ? എന്റെ കാര്യമൊന്നും ഓർമ്മയില്ല. മാമൻ കേക്ക്, കല്യാണം കഴിഞ്ഞ 3-ന്റെ അന്ന് രാത്രിയിലുണ്ടല്ലോ. ആ കാര്യമൊന്നും എന്നോട് പറയണ്ട, അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യം. എന്റെ പൊന്നു മോളെ, ഞാൻ പോണു, ഞാൻ പിന്നെ വരാട്ടാ. അയ്യോ മാമൻ ഇരിക്ക്. എന്താണ് ഈ പറയാൻ പോകുന്നത്? 3-ന്റെ അന്ന് രാത്രി സെക്കൻഡ് ഷോക്ക് എന്നെ കൊണ്ട് സിനിമയ്ക്ക് പോയി. പോയിട്ടുണ്ടല്ലോ, അവിടെ ചെന്ന് ആ തിയേറ്ററിന്റെ അകത്തോട്ട് കേറി ലൈറ്റ് ഓഫ് ആയപ്പോ ഇങ്ങേര് ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? എന്റെ പൊന്നു മോളെ, തൊട്ടിട്ടുണ്ടാവും തോണ്ടിയിട്ടുണ്ടാവും തുടച്ചു, അതൊക്കെ ഒന്നും അതൊന്നുമല്ല. ലൈറ്റ് ഓഫ് ആകെ ഇയാളൊരു ഒറ്റ ഉറക്കം. പിന്നെ എഴുന്നേറ്റത് എപ്പോഴാന്നറിയാമോ? ഞാൻ വിളിക്കുമ്പോ ഇന്റർവെല്ലിന്, അതും എന്തെങ്കിലും പോയി കഴിക്കാൻ മേടിച്ചോണ്ട് വാന്ന് പറഞ്ഞപ്പോ. എന്നിട്ട് കഴിക്കാൻ മേടിച്ചോണ്ട് വന്ന എന്താന്നറിയാമോ? ചോറും മീൻകറി. ആരെങ്കിലും തിയേറ്ററിൽ ഇന്റർവെല്ലിന് ബിരിയാണി കൊടുക്കാത്തതിന്റെ സങ്കടമാണ്. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ പ്രസവത്തിന് ഞാൻ അഡ്മിറ്റ് ചെയ്ത്. അപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി സീരിയസ് ആണ്. ഈ മനുഷ്യൻ ആ ആശുപത്രിയുടെ പരിസരത്തേ ഇല്ല. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച്, എവിടെയാണ്, വേഗം എമർജൻസി ആയിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നില്ല. എന്നിട്ട് വന്ന് വീട്ടിൽ ഇരുന്ന് എമർജൻസി ലാമ്പ് കൊണ്ട് വന്നിരിക്കണം അവിടെ എന്നെ നാണം കെടുത്താനായിട്ട്. പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. നീ ഇതൊക്കെ ഇപ്പൊ മാമനോട് വിളമ്പേണ്ട കാര്യം. അടപ്പത്ത് വെച്ച കുക്കറും സ്ത്രീകളോട് പറഞ്ഞ രഹസ്യം ഏതാണ്ട് ഒരുപോലെയാണ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയും. അതൊന്നും മറച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് മാത്ര കല്യാണത്തിന്റെ അന്ന് കല്യാണ പത്രികയിൽ ഇങ്ങനെ ഒപ്പിട്ടപ്പോ തീർന്നത് എന്റെ മാനം. പിന്നെ എന്റെ ഒപ്പിന് എന്തായിരുന്നു കുഴപ്പം? ഇതാണ് കുഴപ്പമെന്നാ. ഇങ്ങനെ ഒപ്പ് എന്താന്നറിയാമോ? വലിയൊരു ഏയും അതിന്റെ ചുറ്റിനൊരു. അതങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പണ്ട് മുതലേ പിന്നെ അതിനോടാ താല്പര്യം. ഒക്കെ പോട്ടെ, പിള്ളേര് വലുതാവുമ്പോഴെങ്കിലും ഈ വെളുവേട് മാറുമെന്ന് വിചാരിച്ച്. ആ കൊച്ചു വലുതായപ്പോഴേ അത് പഠിച്ചോണ്ടിരിക്കണ സമയത്ത് അത് ചോദിച്ചു ഭൂട്ടാന്റെ തലസ്ഥാനം എന്താന്ന്. അപ്പൊ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു നോക്ക്. എന്താടാ പറഞ്ഞത്? റംബൂട്ടാൻ. ഈ വെളിവുകേടിനാണ് മാമൻ ബുദ്ധിയുണ്ട് ഭയങ്കര, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞത്. നീ എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാ? കഴിഞ്ഞു. അല്ല, നീ എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്ത് കാര്യം പറയാന്ന്? എന്റെ കുറ്റങ്ങളും കുറവുകളും നീ മാമനോട് പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ കുറ്റങ്ങളും കുറവുകളും ഞാൻ മാമനോടൊന്ന് പറയട്ടെ. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? എനിക്കൊരു വിഷമവും ഇല്ല. എനിക്ക് കുറ്റങ്ങളും കുറവുകളും ഉള്ളത് കൊണ്ടാണല്ല എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാതെ പോയത്. നിങ്ങളവിടെ പോയപ്പോ? അമ്പലത്തിൽ പോയി. എന്താ പ്രത്യേകിച്ച്? ഇന്നെന്റെ പിറന്നാളാണ്. ഓ, മോളുടെ പിറന്നാളാണെന്ന്. പൈസ എത്രയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു മാമ. ഒടുക്കത്തെ ഇംഗ്ലീഷാണോ മാമം? അല്ല, മെനി എന്താണ്? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇങ്ങനെ സാധിക്കണല്ലേ? എടാ, പഠിച്ചു കിടക്കണ പ്രായത്തിൽ പഠിക്കണം, അല്ലാണ്ട് മാങ്ങാണ്ടി എറിഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അത് കണ്ടാ ലുക്കില്ലെന്നേ ഉള്ളു, അവളമ്മേ വിവരമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങള് മാമ എന്ന് വിളിക്കുന്നത്. ആ മാമ